സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്പ്ലോറിംഗ് സബ്സ്റ്റൻസസ് അസിഡിക് ബേസിക് ആൻഡ് ന്യൂട്രൽ എന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷനും കിടപ്പുണ്ട്, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതും കിടപ്പുണ്ട്. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഇടുക. എന്നാലേ ഉള്ളൂ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഞാൻ അടുത്ത വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മഞ്ഞ ഈസ് ബ്ലൈൻഡ് ഫോൾഡഡ് ആണ്. ഓക്കെ, ഷീ ഈസ് ഗിവൺ 2 unknown solution to test and determine whether they are acidic or basic. Which indicator should Manya use to test the solution and why? അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? മഞ്ഞ ബ്ലൈൻഡ് ഫോൾഡഡ് ആണ് അല്ലേ, അപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, 2 അൺനോൺ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പറയുകയാണ് ഇത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും മഞ്ഞ അത് നോക്കുന്നത്, എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യുക? ബാക്കി നമുക്കറിയാം, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലും അങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സും വെച്ച് നമുക്ക് കണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ കണ്ണ് കെട്ടിവെച്ചിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ആൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? അതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്കറിയാം അല്ലെ, കണ്ണ് കാണാത്തവരെ എങ്ങനെയായിരിക്കും പല കാര്യങ്ങളും അറിയുന്നത്, പല വസ്തുക്കളും തിരിച്ചറിയുന്നത് അവരെങ്ങനെയായിരിക്കും? അതെ, സ്മെല്ല് ഉപയോഗിച്ചിട്ടാണ് അവർ അറിയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വേണം? ഒരു സ്മെല്ല് ഉപയോഗിച്ചുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവണം അല്ലേ. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഇൻഡിക്കേറ്ററിന് ഒരു പേരുണ്ട്. അങ്ങനെയുള്ള ഇൻഡിക്കേറ്ററിന്റെ പേരാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ. എന്താണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ എന്ന് പറയും അതിന്? മനസ്സിലായോ? ഓക്കെ, അപ്പം മഞ്ഞ ഇവിടെ എന്താണ് യൂസ് ചെയ്തത്? മഞ്ഞ ഷുഡ് യൂസ് ആൻ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റർ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഒനിയൻ അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്ട് ഒക്കെ. ഒനിയൻ എക്സ്ട്രാക്ട്, വാനില എക്സ്ട്രാക്ട് ഒക്കെ. ഇനി എങ്ങനെയാണ് അത് യൂസ് ആകുന്നത്, എങ്ങനെയാണ് അതിന്റെ സ്മെല്ല് യൂസ് ആകുന്നത് എന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ ആസിഡ് ആൻഡ് ബേസസ് ബേസ്ഡ് ഓൺ ദ സ്മെൽ. ഓക്കെ, ഇനി അസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ സ്മെൽ എന്ത് ചെയ്യും? റിമെയിൻ സെയിം തന്നെ ആയിരിക്കും. അതേസമയം ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ആ സ്മെല്ല് അതെന്ത് ചെയ്യും? ഡിസപ്പിയർ ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഇപ്പോൾ ഒരു വാനില എക്സ്ട്രാക്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വാനില എക്സ്ട്രാക്ട് ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ സ്മെല്ല്, വാനില എക്സ്ട്രാക്ടിന്റെ സ്മെല്ല് ഡിസപ്പിയർ ആകും. അല്ലെങ്കിൽ ഒനിയൻ എക്സ്ട്രാക്ട് ആണെങ്കിൽ ഒനിയൻ എക്സ്ട്രാക്ടിന്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അത് ഡിസപ്പിയർ ആകും. ഇനി അത് ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താകും? ആ സെയിം സ്മെല്ല് അവിടെ റിമെയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ അവർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. സിൻസ് മഞ്ഞ ഈസ് ബ്ലൈൻഡ് ഫോൾഡഡ്, ഷീ കനോട്ട് യൂസ് ദ കളർ ഇൻഡിക്കേറ്റർ, സോ ആൻഡ് ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റർ ഇസ് സ്യൂട്ടബിൾ. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ആൻസർ പഠിച്ചെടുക്കുക. അപ്പോൾ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Could you suggest various material which can be used for writing the message on white sheet of paper? നിങ്ങൾ കണ്ടതാണ് അല്ലേ, നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ ഒരു വൈറ്റ് ഷീറ്റിൽ ഒരു മെസ്സേജ് എഴുതിയിട്ടുണ്ട്. അത് സ്പ്രേ ചെയ്യുമ്പോൾ മാജിക് ആയിട്ട് അതിങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് കോമ്പിനേഷൻസ്, അതായത് എന്തൊക്കെ മെറ്റീരിയൽസ് എടുത്താൽ നമുക്ക് അതുപോലെയുള്ള ഒരു രഹസ്യമായ ഒരു മെസ്സേജ് എഴുതാൻ സാധിക്കും ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറിൽ? മനസ്സിലായോ? ആ ടേബിളാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിന് നിങ്ങൾ ജസ്റ്റ് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? കുറച്ച് ഇൻഡിക്കേറ്റർ അറിഞ്ഞിരിക്കണം, അവരുടെ കളേഴ്സ് എന്താണ് വരുന്നതെന്ന്, അതായത് അത് ആസിഡിൽ ഏത് കളറാണ്, ബേസിൽ ഏത് കളറാണെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആൻസറിലേക്ക് പോകാം. എന്തൊക്കെ കോമ്പിനേഷൻസ് നമുക്ക് ഇങ്ങനെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറിൽ എഴുതാൻ സാധിക്കും എന്ന് നോക്കാം. അപ്പോൾ കുറച്ച് കോമ്പിനേഷൻസ് ഞാൻ തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എടുത്ത കോമ്പിനേഷൻ എന്താണ്? മെറ്റീരിയൽ യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. അതായത് ആ പേപ്പറിൽ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത്? ഞാൻ ലെമൺ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. ലെമൺ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുക. അതെന്ത് ചെയ്യുക? ഉണക്കുക അല്ലേ. നമ്മളപ്പോൾ സ്പ്രേ ബോട്ടിൽ എന്തെടുക്കും? ചൈന റോസ് എക്സ്ട്രാക്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് റോസ് എക്സ്ട്രാക്ട് ഒക്കെ എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. ആസിഡിലേക്ക് ഈ ഒരു ചൈന റോസ് എക്സ്ട്രാക്ട് ഒഴിക്കുമ്പോൾ ഈ ലെമൺ ജ്യൂസിന്റെ കളർ എന്തായിട്ട് മാറും? ഒരു ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ ഒരു മജന്ത കളറായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജ് കാണാൻ സാധിക്കും. നമ്മൾ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടർമറിക് വെച്ചിട്ട് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി അടുത്തത് ഓറഞ്ച് ജ്യൂസ് ആണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് എന്താണ്? അതും അസിഡിക് ആണ്. അപ്പോൾ നമ്മുടെ ചൈന റോസ് എക്സ്ട്രാക്ട് യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ ആസിഡ് ആയതുകൊണ്ട് ഡാർക്ക് പിങ്ക് കാണാൻ സാധിക്കും. ഇനി വിനെഗറും എന്താണ്? വിനെഗറും ആസിഡ് ആണ്. അവിടെ ഞാൻ ഈ സെയിം എക്സ്ട്രാക്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ഇതിന് പകരം നിങ്ങൾക്ക് റെഡ് റോസ് എക്സ്ട്രാക്ട് യൂസ് ചെയ്യാം. മനസ്സിലായോ? അത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡാർക്ക് പിങ്ക് കിട്ടി. അത് ആസിഡ് ആയതുകൊണ്ട്. ഇനി നമ്മൾ ആസിഡ് മാറ്റി ഞാൻ 2 ബേസ് എടുക്കുകയാണ്. അതിന് ബേക്കിംഗ് സോഡ സൊല്യൂഷനും എടുക്കുന്നുണ്ട്, സോപ്പ് സൊല്യൂഷനും എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ബേസ് ആണ് അല്ലെ? ബേസിന്റെ കളർ ചേഞ്ച് ചെയ്ത് വരണമെങ്കിൽ അവിടെ നമ്മൾ ടർമറിക് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ടർമറിക് സൊല്യൂഷനും ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് കളറായിരിക്കും തരുന്നത്? അവർ ബേസിക് സൊല്യൂഷനിൽ റെഡിഷ് ബ്രൗൺ കളറാണ് തരുന്നത്. ഓക്കെ, അപ്പൊ നല്ല ഭംഗിക്ക് നമുക്ക് എന്താണ് നമ്മൾ എഴുതിയ ആ ഒരു മെസ്സേജ് നമുക്ക് ആ ഒരു പേപ്പറിൽ കാണാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേപ്പ് ജ്യൂസ് വാസ് മിക്സ്ഡ് വിത്ത് റെഡ് റോസ് എക്സ്ട്രാക്ട്. ഗ്രേപ്പ് ജ്യൂസ് റെഡ് റോസ് എക്സ്ട്രാക്റ്റുമായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ റെഡ് റോസ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ? ഓക്കെ, ദ മിക്സ്ചർ ഗോട്ട് ഏത് കളർ വരും? ഒരു ടിന്റ് ഓഫ് റെഡ് കളർ വന്നു. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ബേക്കിംഗ് സോഡ ഈസ് ആഡഡ് ടു ദ മിക്സ്ചർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്കറിയാം ബേക്കിംഗ് സോഡ എന്താണ്? ഒരു ബേസ് ആണെന്നറിയാം. അപ്പൊ ഈ ഒരു റെഡ് റോസ് എക്സ്ട്രാക്ട് മിക്സ് ചെയ്ത ഗ്രേപ്പ് ജ്യൂസിലേക്ക് അപ്പൊ അതെന്തായി? ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് മാറി അല്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ നമുക്കറിയാം ആ ഗ്രേപ്പ് ജ്യൂസിലേക്ക് റെഡ് റോസ് എക്സ്ട്രാക്ട് മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ടിന്റ് കളർ, റെഡ് ടിന്റ് കളർ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മൾ അതിലേക്ക് എന്താണ് ആഡ് ചെയ്തത്? ബേക്കിംഗ് സോഡ ആഡ് ചെയ്തു. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ ഈ മിക്സർ എന്തായിട്ട് മാറി? ഒരു ബേസിക് ആയിട്ട് മാറി. എന്താ അറിയാം? ബേക്കിംഗ് സോഡ ഒരു ബേസ് ആണ്. ആ ബേസ് അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആ ഒരു ലിക്വിഡ് എന്തായിട്ട് മാറി? ബേസിക് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അവിടെ എന്ത് കളർ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഡ് റോസ് എക്സ്ട്രാക്ട് പോലെയുള്ള നാച്ചുറൽ ഇൻഡിക്കേറ്റർ വന്നാൽ അത് എന്തിലാണ് പ്രവർത്തിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ബേസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അപ്പോ ബേസിൽ ഇവിടെ റെഡ് റോസ് എക്സ്ട്രാക്ട് എന്തായിട്ട് മാറി? ഗ്രീൻ കളറായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ദ റെഡ് ടിന്റ് വിൽ ചേഞ്ച് ടു എ ഗ്രീനിഷ് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ഷെയ്ഡ്, ഷോയിങ് ദാറ്റ് ദ സൊല്യൂഷൻ ഹാസ് ബിക്കം ബേസിക് ആയിട്ട് മാറി. ക്ലിയർ ആയോ? ഇനി റീസൺ എന്താണ്? ബേക്കിംഗ് സോഡ ഒരു ബേസ് ആണ് ആൻഡ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് റെഡ് റോസ് എക്സ്ട്രാക്ട് ചേഞ്ച് കളർ ഇൻ ബേസിക് മീഡിയം. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. കീർത്തി wrote a secret message to her grandmother on her birthday using orange juice. ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട്, വേറെ ഒന്നും കൊണ്ട് എഴുതാൻ പറ്റിയില്ല അല്ലേ? ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട് ഒരു സീക്രട്ട് മെസ്സേജ് ആരെഴുതി? കീർത്തി റൈറ്റ് ചെയ്തു. ആർക്ക്? ഗ്രാൻഡ് മദറിന്. അപ്പോൾ ഗ്രാൻഡ് മദറിനെ നമ്മളെ അസിസ്റ്റ് ചെയ്യണം. ഗ്രാൻഡ് മദറിന് ഇത് വായിക്കാൻ അറിയില്ലല്ലോ, നമ്മളാണല്ലോ സയന്റിസ്റ്റുകൾ അല്ലേ? അപ്പൊ നമ്മൾ ഇതെന്താണ്? നമ്മൾ അവരെ അസിസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയായിരിക്കും അസിസ്റ്റ് ചെയ്യുന്നത്? ഏത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു മെസ്സേജ് വായിക്കാൻ സാധിക്കുന്നത്? നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ നമ്മൾ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടുള്ള ലെറ്റർ വായിക്കാൻ പോവാണ് കേട്ടോ, മെസ്സേജ് വായിക്കാൻ പോവാണ്. അപ്പൊ ആ മെസ്സേജ് എന്തായിരിക്കും? ഓറഞ്ച് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിക് സൊല്യൂഷൻ ആണ് അല്ലെ? അപ്പൊ ആ റൈറ്റിംഗ് എന്താണ്? അസിഡിക് ആണ്. അപ്പൊ നമുക്ക് ആ ആസിഡിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണം. നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് റോസ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കളർ ചേഞ്ചസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഡ് റോസ് എക്സ്ട്രാക്ട് ബേസിലാണെങ്കിൽ എന്താണ്? ഒരു ഗ്രീൻ കളറായിട്ടും ആസിഡിലാണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായിട്ട് അപ്പിയർ ആകും നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ആ റെഡ് റോസ് എക്സ്ട്രാക്ട് ഒരു ബോട്ടിലിൽ എടുത്തിട്ട് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ലെറ്റേഴ്സ്, നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ആയ അസിഡിക് ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്താണ്? തെളിഞ്ഞു വരും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ എന്താണ്? റെഡ് റോസ് എക്സ്ട്രാക്ട് ആണ്. നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? ഓറഞ്ച് ജ്യൂസ് ഒരു ആസിഡ് ആണ്. റെഡ് റോസ് എക്സ്ട്രാക്ട് ആഡ് ചെയ്തപ്പോൾ റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ അപ്പിയർ ചെയ്യും. സോ മെസ്സേജ് എന്താണ്? റിവീൽ ചെയ്യാൻ പറ്റും.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.